വരുമ്പോൾ തന്ന സ്വീകരണവും സ്നേഹവും എല്ലാം അപ്പയ്ക്കുള്ളതാണ് എന്നെനിക്കറിയാം. അത് മറികടക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് അപ്പ തന്ന സ്നേഹം തരാൻ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. അപ്പ നിങ്ങൾക്ക് തന്ന സ്നേഹത്തിൻ്റെ പകരമാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് കിട്ടിയത്. ഇവിടെ നിന്നല്ല, പോകുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ ആര് ചെന്നാലും ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും സ്നേഹവും അതുകൊണ്ടാണ്. ഒരിക്കലും ഞങ്ങൾക്ക് അത് പകരം വയ്ക്കാനാകുന്ന ഒന്നല്ല. പക്ഷേ എന്നാലും അപ്പയുടെ ആഗ്രഹം, കോൺഗ്രസ് പാർട്ടിയിലെന്നും ജീവിച്ച് മരിച്ച അദ്ദേഹം അപ്പയുടെ ആഗ്രഹം പോലെ UDF കാൻഡിഡേറ്റ്സിൻ്റെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു കടമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ ഞാനൊന്നും മുഖ്യധാര പ്രവർത്തനങ്ങളിലൊന്നും ഒരിക്കലും ഇറങ്ങിയിട്ടുള്ള വ്യക്തിയല്ല. ലോക്സഭ ഇലക്ഷന് ട്രിവാൻഡ്രത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമെന്നല്ലാതെ ഇതുപോലൊന്നും ഒരിടത്തും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വമായി കണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഫാമിലി എന്ന രീതിയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമായി അമ്മയുൾപ്പെടെ ആരോഗ്യം നോക്കാതെ ഇറങ്ങുന്നതും, പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അതിൽ മെജോറിറ്റി കാര്യങ്ങളിവിടെ നേരത്തെ പ്രാസംഗികൻ പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും കേരള സർക്കാരിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയ സാഹചര്യവും കണക്കെടുത്താണ് ഇങ്ങനെ ഒരു പ്രവർത്തനം UDF കാൻഡിഡേറ്റ്സിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് രമ്യ ഹരിദാസിൻ്റെ വിജയത്തിന് വേണ്ടിയാണ്. രമ്യയെ ഞാൻ നിങ്ങൾക്ക് ആർക്കും പറ്റിത്തരേണ്ട ആരും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു 2019 ഡയറക്റ്റ് രാഹുൽ ഗാന്ധിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വന്ന വ്യക്തിത്വമാണ്. എന്ത് മിടുക്കിയായിരുന്നത് കൊണ്ടായിരിക്കാം, കഴിവുള്ള വ്യക്തിയായിരുന്നത് കൊണ്ടായിരിക്കാം രാഹുൽ ഗാന്ധിക്ക് ഒരു കാൻഡിഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഏക ലേഡി കാൻഡിഡേറ്റ്, നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒറ്റ ലേഡി കാൻഡിഡേറ്റ്. ഏറ്റവും നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നു. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമ്യയുടെ ഒരു എനർജി ലെവൽ. ഞാൻ വീട്ടിലൊക്കെ വന്ന് അപ്പയെ കാണാൻ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, മിണ്ടിയിട്ടുണ്ട്. പക്ഷെ പല പരിപാടിയിലാണെങ്കിലും എവിടെ വെച്ച് കണ്ടാലും ആ സംസാര രീതി, പ്രസംഗിക്കുന്നതാകുമ്പോഴും പാട്ട് പാടുന്നപ്പോഴാകുമ്പോഴും ഒക്കെയുള്ള എനർജി ലെവൽ, അതൊരു പ്രത്യേക അധികം പേരിൽ കാണാത്തത്രയും ഒരു എനർജി ലെവൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് രമ്യ പാട്ടും പാടി തന്നെ ജയിക്കുമെന്നാണ് എനിക്ക് പൂർണ്ണമായി വിശ്വാസമുള്ളത്. പക്ഷെ എന്നാലും നാം ഒരിക്കലും നമ്മുടെ പ്രവർത്തനം നിർത്താൻ പാടില്ല. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ ഇറങ്ങി ഉത്തരവാദിത്തം എന്ന് കണ്ടാലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവനവൻ്റെ സാഹചര്യം ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? 10 വർഷം മുമ്പ് ജീവിക്കാൻ പറ്റിയതുപോലെ ഇന്നിപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സാമ്പത്തികമായിട്ടാണെങ്കിലും ചിലവുകൾ എവിടുന്ന് കൂടി? അന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇന്ന് എത്രയായി? അന്ന് എത്ര ഗ്യാസിന് വില കൊടുത്തു? അന്ന് എത്ര പെട്രോൾ ഡീസൽ വില കൊടുത്തു? ഇന്ന് എത്രയായി? സെക്യൂരിറ്റിയും സേഫ്റ്റിയുടെയും കാര്യം നോക്കുവാണെങ്കിൽ എന്താണ് അവസ്ഥ? ഇന്ന് നമ്മുടെ മക്കളെ വെളിയിലോട്ട് ഇറക്കി വിടാൻ പറ്റുന്ന അവസ്ഥയിലാണോ? അതാണായാലും പെണ്ണായാലും. പെൺപിള്ളേരെ ആണെങ്കിലും ഏറ്റവും വയസ്സായ പ്രായമുള്ള ഒരു അമ്മച്ചിക്കാണെങ്കിലും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത്. ആ പിള്ളേർക്ക് സെക്യൂരിറ്റി ഉണ്ടോ? എത്ര പിള്ളേരാണ്? സിദ്ധാർത്ഥൻ്റെ കഥ നടന്നിട്ട് 2 മാസമായിട്ടില്ല. ആ മകനെ എല്ലാവരും ഇവിടെ മാതാപിതാക്കളാണ്. എനിക്കും ഒരു മകനുണ്ട്. എന്ത് പ്രതീക്ഷ, എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാണ് നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. ആ കുഞ്ഞ് അവിടെ ചെന്ന് പഠിച്ച് മിടുക്കനായി വളർന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ മാതാവും പിതാവും ബുദ്ധിമുട്ടി അവനെ അയച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിലേക്ക് വന്ന ഒരു ജീവനിട്ട ശരീരമാണ്. ആ പിതാവ് TV പറഞ്ഞത് 3 ദിവസം അവനെ പട്ടിണിക്കിട്ടു. അവന് കുടിക്കാൻ വെള്ളം കൊടുത്തില്ല. എങ്ങനെ നമ്മളെല്ലാവരും പേരൻസ് ആവുമ്പം നമ്മൾ എങ്ങനെ സഹിക്കും? ഇതിപ്പം ഏത് വീടെന്നില്ല, ആർക്കും സംഭവിക്കാവുന്നൊരു സംഭവമാണ്. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ടോ? ഒരു എബോവ് ആവറേജ് ഫാമിലിക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്.